ഇപ്പോൾ ഈ ആചാര സംരക്ഷണത്തിൽ സർക്കാരിന്റെ വിശ്വാസം എന്നാണ് NSS പറയുന്നത്. ഈ വിശ്വാസം വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ഏത് തരത്തിലായിരിക്കും LDF-ന് ഗുണം ചെയ്യുക എന്നുള്ളതാണ്. അതുതന്നെയായിരുന്നു ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് ലക്ഷ്യമാക്കിയത് എന്നൊരു ചോദ്യം കൂടി. ധന്യ, രണ്ട് പ്രധാനപ്പെട്ട സാമുദായിക സംഘടനകൾ, കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാമുദായിക സംഘടനകൾ SNDP-യും NSS-ഉം. ഈ രണ്ട് സംഘടനകളിൽ ഒരു സംഘടനയുടെ പിന്തുണയാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഇടതുമുന്നണിക്കൊപ്പം ഉണ്ടായിരുന്നത്. SNDP-യുടെ പിന്തുണയാണ്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞിട്ടുള്ളത് മൂന്നാം പിണറായി സർക്കാർ വരും. VD സതീശനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് മൂന്നാം പിണറായി സർക്കാർ വരും എന്ന പരസ്യമായി അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത്. ഈ കഴിഞ്ഞ 9.5 വർഷത്തിന്റെ ചരിത്രമെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ NSS-മായി ഏതെങ്കിലും തരത്തിൽ യോജിപ്പുള്ള ഒരു വിഷയവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത. പല വിഷയങ്ങളിലും സർക്കാരിനോട് പരസ്യമായ എതിർപ്പ് NSS രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനോട് എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ എതിർപ്പെല്ലാം മറികടക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ വിഷയങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹത്തെ പോയി ക്ഷണിക്കുകയും അതിൻ്റെ പ്രതിനിധിയെ വൈസ് പ്രസിഡന്റ് തന്നെ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വിടുകയും അതിന് അനുകൂലമായിട്ട് അദ്ദേഹം വേദിയിൽ തന്നെ പ്രസംഗിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് കോൺഗ്രസിന് ഹൈന്ദവ വോട്ടുകൾ വേണ്ട, അവർക്ക് ന്യൂനപക്ഷ വോട്ടുകൾ മതി എന്ന തരത്തിലുള്ള ഒരു പരാമർശം NSS-ന്റെ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്.